അവിടുത്തെ തിക്കും തിരക്കും അപകടകരമാണ് എന്നുള്ള കാര്യം ഹൈക്കോടതിക്ക് അറിയാം, നമുക്കും എല്ലാവർക്കും അറിയാം. കാരണം 2011 മകരവിളക്ക് സമയത്ത് അവിടെ ഉണ്ടായ പുല്ലുമേട്ടിലുണ്ടായ തിക്കിലും തിരക്കിലും അതിനകത്ത് 106 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 10-14 വർഷം മുമ്പാണ് ആ സംഭവം. അതിൽ നിന്നൊക്കെ ഒത്തിരി പാഠം പഠിച്ച് നമ്മൾ മെച്ചപ്പെട്ട ഒരു സെക്യൂരിറ്റി സംവിധാനം അവിടെ ഉണ്ട്. എങ്കിലും അനിയന്ത്രിതമായ പ്രതീക്ഷിക്കാത്ത ആൾക്കൂട്ടം ഉണ്ടായാൽ അത് തരണം ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഗംഗാസ്ഥാനം പോലെ പമ്പയിലെല്ലാവരും കുളിച്ച് മല കയറും. ഇപ്പോഴത്തെ ഈ തിരക്ക് കൺട്രോളായി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയില്ല. അതുപോലെ ആൾക്കാർ ശബരിമലയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുറേ ആൾക്കാർ അവർ മടങ്ങിപ്പോയി, ശബരിമല കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ പന്തളം വരെ പോയിട്ട് അവരൊക്കെ പലരും നൂറുകണക്കിന് ആൾക്കാർ ദർശനം നടത്താതെ തിക്കും തിരക്കും കാരണം മടങ്ങിപ്പോയി. ആ തിക്കും തിരക്കിൻ്റെ ഷോട്ടുകളൊക്കെ നമ്മൾ കണ്ടു. ഒരു കുഞ്ഞു കൊച്ച് ഒരാളുടെ തോളിലിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടു. ശബരിമല തീർച്ചയായിട്ടും പോലീസ് നല്ല ജോലി ചെയ്യുന്നുണ്ട്, എങ്കിലും അത് 1,00,000 പേരെ കണക്കാക്കിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. എങ്കിൽ ആ സ്ഥലത്ത് 2 ലക്ഷം പേര് വന്നാൽ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല.